നമസ്കാരം. എല്ലാവരും ഒരുപോലെ ആകാംക്ഷയോടെ കാത്തിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. രാജ്യം ഇത്തവണയും എൻ.ഡി.എ തന്നെ ഭരിക്കുമെന്ന എക്സിറ്റ് പോൾ പ്രവചനം പോലെ ഹാട്രിക് വിജയം നേടി എൻ.ഡി.എ തന്നെയാണ് ഇത്തവണയും അധികാരത്തിലേറുന്നത്. കനത്ത പോരാട്ടം തന്നെയായിരുന്നു ഓരോ മണ്ഡലത്തിലും നടന്നതെന്നതിൽ സംശയമില്ല. അതേസമയം ദില്ലി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിൽ വ്യാപക പ്രചാരണ പരിപാടികൾ നടത്തിയെന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ കെജ്രിവാൾ വന്നിട്ടും ഇപ്പോൾ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. പഞ്ചാബ് നിയമസഭയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച പാർട്ടിക്ക് ആകെയുള്ള 13-ൽ 3 സീറ്റിൽ മാത്രമാണ് ഇത്തവണ വിജയിക്കാനായത്. സംഗ്രൂർ, ഹോഷിയാർപൂർ, ആനന്ദ്പൂർ സാഹിബ് എന്നീ മണ്ഡലങ്ങളിലാണ് ഇത്തവണ ആം ആദ്മി ജയിച്ചത്. മറ്റ് 5 ഇടങ്ങളിൽ 2ാം സ്ഥാനത്താണ് പാർട്ടി. പഞ്ചാബിൽ കെജ്രിവാൾ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തിയത് 1-2 ദിവസമല്ല, 5 ദിവസമാണ്. 13 മണ്ഡലങ്ങളിൽ കുറഞ്ഞത് 3 തവണയെങ്കിലും എത്തി കെജ്രിവാൾ പ്രചാരണം നടത്തിയിരുന്നു. എന്നിട്ടും കോൺഗ്രസ് ജയിച്ച സീറ്റുകളുടെ പകുതി പോലും ആം ആദ്മി പാർട്ടിക്ക് വിജയിക്കാനായില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പോരാടാൻ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ കെജ്രിവാൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇന്ത്യ സഖ്യമില്ലാത്ത സംസ്ഥാനത്ത് കോൺഗ്രസ് മുഖ്യ എതിരാളിയായിട്ടും കോൺഗ്രസിനെ വിമർശിക്കാതെ മോദിയെയും ബി.ജെ.പിയും കടന്നാക്രമിച്ചുമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രചാരണം നടന്നത്. ടൗൺ ഹാൾ യോഗങ്ങൾ, റാലികൾ, റോഡ് ഷോകൾ എന്നിവയെല്ലാം പ്രചാരണത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. 22 സീറ്റിലാണ് രാജ്യവ്യാപകമായി ആം ആദ്മി പാർട്ടി മത്സരിച്ചത്. അതിൽ 19 ഇടത്തും തോറ്റു. 5 ക്യാബിനറ്റ് മന്ത്രിമാരുൾപ്പെടെ 9 സീറ്റിംഗ് എം.എൽ.എമാരെയാണ് പാർട്ടി രംഗത്തിറക്കിയത്. ക്യാബിനറ്റ് മന്ത്രി ഗുർമിത് സിംഗ് മീത് ഹയർ, ചബ്ബേവാൾ എം.എൽ.എ രാജ്കുമാർ എന്നിവരൊഴികെ എല്ലാവരും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. വോട്ട് വിഹിതം 42% നിന്ന് ഇത്തവണ 26% കുറഞ്ഞുവെന്നത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. സംസ്ഥാനത്ത് 7 സീറ്റുകൾ നേടിയ കോൺഗ്രസിന്റെ വോട്ട് ശതമാനവും ആം ആദ്മിക്ക് തുല്യമാണ്. 2022 ജൂണിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ശിരോമണി അകാലിദൾ തലവൻ സിമ്രജിത് സിംഗ് മാനിൽ നിന്ന് മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും സംഗ്രൂർ സീറ്റ് പാർട്ടിക്ക് പിടിച്ചെടുക്കാനും കഴിഞ്ഞുവെന്നതാണ് ഇക്കുറി പാർട്ടിക്ക് ആശ്വാസം. എ.എ.പിയുടെ മോശ പ്രകടനത്തിന് കാരണം അടിസ്ഥാനപരമായ സംഘടനാ ഘടനയുടെ അഭാവവും എം.എൽ.എമാർ ജനങ്ങളുമായുള്ള ബന്ധം വിച്ഛേദിച്ചതുമാണെന്ന് അമൃത്സറിലെ ഗുരുനാനാക്ക് ദേവ് യൂണിവേഴ്സിറ്റിയിലെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് മുൻ മേധാവി പ്രൊഫസർ ജഗ്രൂപ് സിംഗ് സെക്കോണിന്റെ വിലയിരുത്തൽ. മയക്കുമരുന്ന്, അഴിമതി, ക്രമസമാധാനം എന്നിവ കൈകാര്യം ചെയ്യുന്നതിലും വീഴ്ച സംഭവിച്ചതായി സെക്കോൺ പറയും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.